അപ്പം ഞാൻ ഇന്നോട് വന്നിരിക്കുന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മഹാരാഷ്ട്രയെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പം മഹാരാഷ്ട്ര എന്ന് പറഞ്ഞു. അപ്പം ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. മഹാരാഷ്ട്ര എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയുടെ പഴയകാല പേരെന്താണ്? മഹാരാഷ്ട്രയുടെ പഴയകാല പേരാണ് വിദർഭ. ഓൾഡ് നെയിം ഓഫ് മഹാരാഷ്ട്ര, ആൻസർ വിദർഭ. മഹാരാഷ്ട്രയുടെ തലസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയുടെ തലസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാം, മുംബൈയാണ്. ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര, ആൻസർ മുംബൈ. ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര, ആൻസർ എന്താണ്? മുംബൈ ആണ്. അതുപോലെ തന്നെ ഓൾഡ് നെയിം ഓഫ് മുംബൈ, ആൻസർ എന്താണ്? ബോംബെ. ഓൾഡ് നെയിം ഓഫ് മുംബൈ, ആൻസർ ബോംബെ. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഹോളിവുഡ് എന്നറിയപ്പെടുന്നു മുംബൈ. ഹോളിവുഡ് ഓഫ് ഇന്ത്യ, ആൻസർ മുംബൈ. ഹോളിവുഡ് ഓഫ് ഇന്ത്യ, ആൻസർ മുംബൈ. ഇന്ത്യൻ ഹോളിവുഡ് എന്താണ്? മുംബൈ ആണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ്? മുംബൈ ആണ്. ലാർജസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ, ആൻസർ എന്താണ്? മുംബൈ. ലാർജസ്റ്റ് സിറ്റി ഓഫ് ഇന്ത്യ, ആൻസർ മുംബൈ. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയാണത് ധാരാവി. അതെവിടെയാണ്? മുംബൈയിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി ധാരാവി, മുംബൈ. ICICI ബാങ്കിന്റെ ആസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ICICI ബാങ്ക്, ആൻസർ മുംബൈ ആണ്. അതുപോലെ ഏഷ്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഛത്രപതി ശിവജി ടെർമിനൽസ്, മുംബൈ. ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഓഫ് ഏഷ്യ, ആൻസർ ഛത്രപതി ശിവജി ടെർമിനൽസ്, മുംബൈ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നു മുംബൈ. 7 ദ്വീപുകളുടെ നഗരം മുംബൈ. അതുപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ 2 ക്വസ്റ്റ്യനും ആൻസർ ഉത്തരം ഒന്നാണ്. എന്താണ്? മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഏഷ്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ആൻസർ എന്താണ്? മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓൾഡസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഏഷ്യ, ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഏഷ്യ, രണ്ടിനും ഒരേ ഉത്തരവാണ്. ആൻസർ മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ മുംബൈ നഗരം ഏതു നദിയുടെ തീരത്താണ്? മുംബൈ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏതു നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ മിഥി നദിയുടെ തീരത്താണ്. മുംബൈ ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ മിഥി. അതുപോലെ പറയുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ നഗരം ഏതാണ്? പൂനെയാണ്. ലാർജസ്റ്റ് സിറ്റി ഓഫ് വെസ്റ്റേൺ ഘട്ട്, ആൻസർ പൂനെ. ലാർജസ്റ്റ് സിറ്റി ഓഫ് വെസ്റ്റേൺ ഘട്ട്, ആൻസർ പൂനെ. അതുപോലെ മഹാരാഷ്ട്രയിലെ പ്രധാന ഉത്സവം ഏതാണ്? മെയിൻ ഫെസ്റ്റിവൽ ഓഫ് മഹാരാഷ്ട്ര, ആൻസർ എന്താണ്? ഗണേശ് ചതുർത്ഥി അല്ലെങ്കിൽ ഗണേശ് ഫെസ്റ്റിവൽ. ഗണേശ് ഫെസ്റ്റിവൽ ഇസ് മെയിൻ ഫെസ്റ്റിവൽ ഓഫ് മഹാരാഷ്ട്ര. അതുപോലെ മഹാരാഷ്ട്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര കേട്ടോ. അതുപോലെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം, ആൻസർ മഹാരാഷ്ട്ര. അതുപോലെ തന്നെ അപ്സര ആണവ നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നു? അപ്സര എവിടെ സ്ഥിതി ചെയ്യുന്നു? ആണവ റിയാക്ടർ എവിടെ സ്ഥിതി ചെയ്യുന്നു? ട്രോംബെ, മഹാരാഷ്ട്ര. അതുപോലെ തന്നെ മുംബൈയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതുപോലെ അമിതാഭ് ബച്ചൻ്റെ വീട്ടുപേരെന്താണെന്ന് അറിയാമോ? പ്രതീക്ഷ. അതെവിടെയാണ്? മുംബൈ. ഹൗസ് നെയിം ഓഫ് അമിതാഭ് ബച്ചൻ, പ്രതീക്ഷ, മുംബൈ. പ്രതീക്ഷ എവിടെയാണ്? മുംബൈയിലാണ്. ഹൗസ് നെയിം ഓഫ് മുകേഷ് അംബാനി, ആൻഡിയ. അതെവിടെയാണ്? ആൻഡില എവിടെയാണ്? മുംബൈയിലാണ്. ഹൗസ് നെയിം ഓഫ് ഷാരൂഖ് ഖാൻ, മന്നത്ത്. അത് മുംബൈയിൽ തന്നെയാണ്. മന്നത്ത്, മുംബൈ. അതുപോലെ തന്നെ മുംബൈയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൊബൈൽ ടിക്കറ്റിംഗ് സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ ഏതാണ്? മുംബൈ മെട്രോയാണ്. ഫസ്റ്റ് മെട്രോ സ്റ്റാർട്ടഡ് ഓൺ മൊബൈൽ ടിക്കറ്റിംഗ് സിസ്റ്റം, ആൻസർ എന്താണ്? മുംബൈ മെട്രോ ആണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഭാഷ എന്താണ്? മറാത്തിയാണ് കേട്ടോ. ലാംഗ്വേജ് ഓഫ് മഹാരാഷ്ട്ര, ആൻസർ മറാത്തിയാണെന്നെങ്കിലും നമുക്ക് ഹിന്ദി അറിയാമെങ്കിൽ എന്തില്ല? മഹാരാഷ്ട്രയിൽ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാകില്ല.
കേട്ടോ. ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ മറ്റ് ഭാഷകൾ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഇന്ത്യയിൽ എവിടെ പോയാലും പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും. ഇന്ത്യയിൽ എന്നല്ല, ഹിന്ദി അറിയാമെന്നുണ്ടെങ്കിൽ ലോകത്തെവിടെ പോയാലും നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയും. ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രം ഏതാണ്? മുംബൈ സമാചാർ. മുംബൈ സമാചാറാണ് ഓൾഡസ്റ്റ് ന്യൂസ് പേപ്പർ ഓഫ് ഇന്ത്യ. ആൻസർ മുംബൈ സമാചാർ. മുംബൈ സമാചാർ. അതുപോലെ തന്നെ അംബേദ്കർ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? നാഗ്പൂർ, മഹാരാഷ്ട്ര. നാഗ്പൂർ, മഹാരാഷ്ട്ര. അംബേദ്കർ എയർപോർട്ട് എവിടെയാണ്? നാഗ്പൂർ, മഹാരാഷ്ട്ര. അതുപോലെ തന്നെ ഗാന്ധിജി സേവാഗ്രാമാശ്രമം സ്ഥാപിച്ചെവിടെയാണ്? സേവാഗ്രാമിലാണ്. സേവാഗ്രാം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഗാന്ധിജി സേവാഗ്രാമാശ്രമം സ്ഥാപിച്ചെവിടെയാണ്? സേവാഗ്രാമിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഗാന്ധിജി ഫൗണ്ടഡ് സേവാഗ്രാമാശ്രമം അറ്റ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് സേവാഗ്രാമാശ്രമം സ്ഥാപിച്ചത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്ര സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കുംഭമേള നടക്കുന്ന നാസിക് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. കേട്ടോ, കുംഭമേള നടക്കുന്ന നാസിക് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അതുപോലെ തന്നെ നമ്മൾ മഹാരാഷ്ട്രയെക്കുറിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? മോസ്റ്റ് യൂസ്ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന തുടർച്ചയായിട്ട് കാണുക. ഞാനിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് ഏവർക്ക് ഉപകാരപ്പെടുന്നതാണ്, ആർക്കും കാണാവുന്നതാണ്, കേട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. ഏത് പരീക്ഷകൾക്ക് ഇത് എന്താണ് ഉപകാരപ്പെടുന്നതാണ്.